കർത്താവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എഡിയുടെ അസുഖം മാറുന്ന ഡാഡി പറയുന്നത്. എഡി എന്നോട് ഒന്നും മിണ്ടിയിട്ട് എത്ര ദിവസമായി. ആ ശബ്ദം ഇനി എനിക്ക് കേൾക്കാൻ ഒക്കുമോ എഡി? റീത്ത ഇവിടെ വരുന്നത് കരയാനാണോ? ഇങ്ങനെയാണോ ഇവനെ സമാധാനിപ്പിക്കുന്നത്? ഇന്ന് ഞാൻ സമാധാനിപ്പിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഡാഡിക്ക് ചോറ് കൊടുത്തിട്ട് ഉടനെ വരാം. ഞാൻ വന്നിട്ട് റീത്ത പോകാവൂ. മതിമോളെ. ലവ്ലി, ഡോക്ടർ കെയിം ഹിയർ ടുഡേ മോർണിംഗ്. നാളെ വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം, അതാ നല്ലത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. നിങ്ങൾ തനിച്ചല്ലേ വീട്ടിലുള്ളൂ. ഞാനിവിടെ കിടന്നിട്ടും പ്രയോജനമൊന്നുമില്ല. ഡാഡിക്ക് തരാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് റിസൾട്ട് ഹാസ് കം. ഞാൻ ജയിച്ചു. വെരി ഗുഡ്. എന്താ ഡാഡി? ഓരോ തവണ പാസ്സാകുമ്പോഴും എന്റെ മോക്ക് ഡാഡി ഓരോ സമ്മാനം തരാറുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോക്ക് തരാൻ ഡാഡിക്ക് ഇതേ ഉള്ളൂ. Look after your health, Mr. Frederick. I will. Thank you. ഞാൻ നിന്നോട് പിണങ്ങിയൊന്നുമല്ല. നീ ഇന്ന് കോളേജിൽ വരുന്നില്ലെന്ന് പറഞ്ഞെന്താ? ഇന്ന് മാത്രമല്ല, ഒരിക്കലും ഞാനിനി കോളേജിൽ വരുന്നില്ല. വാട്ട്? ഞാനിനി പഠിക്കുന്നില്ല ബെന്നി. ഫീസിന്റെ കാര്യത്തിലാണെങ്കിൽ നീ വിഷമിക്കണ്ട. നിന്റെ ഫീസ് കൂടെ ഡാഡി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ്. ഡിഗ്രി അല്ല, ഒരു ജോലിയാണ് എനിക്കിപ്പോഴാവശ്യം. അത് സമ്പാദിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എന്റെ വീടിന്റെ ഇന്നത്തെ സ്ഥിതി ബെന്നിക്കറിയാമല്ലോ. എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ആകെ മുങ്ങും. ഇത് കല്യാണിയുടെ വീടല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, താനെന്താ ഇവിടെ? ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. താൻ ആളാകെ മാറിയല്ലോ. ഇപ്പൊ വെടിവെക്കാനെങ്കിലും പോകുന്നില്ലേ? ഇപ്പൊ വെടിവെപ്പിന് ഹെൽപ്പ് ചെയ്യലാണ് വർക്ക്. അത് ശരി. കല്യാണിയുടെ മാമ ആയിരിക്കും. നോട്ട് മാമ, വൺ ഓഫ് അവർ ഹസ്ബൻഡ്സ്. ആരോടായിരുന്നു സംസാരിക്കുന്നത്? നീ ആളങ്ങ് പുരോഗമിച്ചല്ലോടി. തനിക്ക് എന്താ വേണ്ടത്? അത് നിനക്ക് അറിഞ്ഞൂടെ? ഓഹോ, അതിന് വന്നതായിരിക്കും. ഇറങ്ങണം പുറത്ത്. അതെന്താടി? ഈ അലവലാദികളുമായിട്ടുള്ള ഇടപാടൊക്കെ ഞാനങ്ങ് നിർത്തി. നീ ഇടയുമ്പിന് സ്ഥിതിയിലൊക്കെയാണെന്ന് അറിഞ്ഞു.
എന്നാലും ഞങ്ങളെയൊക്കെ അങ്ങനെ അങ്ങ് തഴയാതൊരു കല്യാണി. നീ അവനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഗണ്ണെടുത്ത് ഞാൻ അവനെ വെടിവെക്കുമായിരുന്നു. എന്റെ മസിൽസൊക്കെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യണം. താൻ കുറെ നാളായിട്ട് വെടിവെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു വെടിക്കാരൻ. ബോട്ടിന്റെ പേപ്പറുകൾ ശരിപ്പെടുത്താതെ ഇൻഷുർ ചെയ്ത തുക കിട്ടില്ല. ഗോമസ് അവരെ കണ്ടോ? കണ്ടു. ധാരാളം കുരുക്കുകളുണ്ട്. സാരമില്ല, അഴിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അല്പം കാലതാമസം വരും. കിട്ടുമ്പോൾ വാങ്ങാം, അല്ല എന്ത് ചെയ്യും? കാൺ ഹെൽപ്പ് ഇറ്റ്. വരുന്ന വഴി ഞാൻ ആ മാധവൻ മേസ്ത്രിയുടെ വർക്ക്ഷോപ്പിൽ കയറിയിരുന്നു. കാറിന്റെ കാര്യം അയാൾ എന്ത് പറഞ്ഞു? വണ്ടി കംപ്ലീറ്റ് തകർന്നു പോയില്ലേ, ഇനി അത് റണ്ണിംഗ് കണ്ടീഷനിലാക്കണമെങ്കിൽ ഒരു 6000 രൂപയെങ്കിലും വേണമെന്ന് അയാൾ പറയുന്നു. മൈ ഗുഡ്നസ്, ദാറ്റ്സ് ഇംപോസിബിൾ. 1300 കൊടുക്കാമെങ്കിൽ വണ്ടി അയാൾ എടുത്തോളൂ. ബെറ്റർ അതാണെന്ന് തോന്നുന്നു. പൈസ കൊണ്ടുവരാൻ ഗോമസ് അയാളോട് പറയും. അത് കിട്ടുമെങ്കിൽ എഡിയെ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് കൊണ്ടുപോകണം. ഇപ്പൊ തന്നെ ഞാൻ അയാളെ കാണാം. എന്നാ ഇറങ്ങട്ടെ. ഓക്കെ, മെനി താങ്ക്സ്. മമ്മി, എന്നെ അനുഗ്രഹിക്കും മമ്മി. ബെന്നിയെ കണ്ടില്ല. ഞാൻ പോട്ടെ ഡാഡി. With you in prayers, my dear. I want the shipment tomorrow itself. You send it immediately. Okay? Yeah. May I come in, sir? Take a seat. Your name? Lovely Frederick. Lovely. It is a lovely name. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? Oh, yes. ഇതിനു മുമ്പ് എവിടെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഡിഗ്രി എടുത്തോ? ഇല്ല. 3rd year BSc പഠിക്കായിരുന്നു. ഓ, ഇപ്പൊ പോകുന്നില്ലേ? ഇല്ല. എന്താ പഠിത്തം നിർത്തിയത്? നിർത്തേണ്ടി വന്നു. വീട് എവിടെയാ? അഡ്രസ് ആപ്ലിക്കേഷൻ ഫോമിലുണ്ട്. ഇവിടെ ഒരു വേക്കൻസിയേ ഉള്ളൂ. അപേക്ഷകർ ധാരാളമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ലൗലിയെ ഇഷ്ടപ്പെട്ടു. ലൗലിക്കയുടെ ജോലി ചെയ്യാമോ? No, I am not willing.